വി.എസ്. അച്യുതാനന്ദന്റെ മരണത്തോടുകൂടി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മരണപ്പെട്ടു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റാണ് ശ്രീജിത്ത് പണിക്കരുടെ ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലീഡർ എന്ന് പറഞ്ഞ പോസ്റ്റ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് ശ്രീജിത്ത് പണിക്കർ എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഒറ്റ അർത്ഥമേ ഉള്ളൂ. വി.എസ്. അച്യുതാനന്ദനോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസം അവസാനിച്ചു. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന ജനങ്ങളൊന്നും അതിന് പിന്നാലെ പോകണ്ട, നിങ്ങൾക്ക് മറ്റു വഴി തേടാം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പുറത്തു പറയാൻ പോലും ആക്ഷേപമുള്ള ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. ഇന്ന പാർട്ടിക്കാരനാണ് താൻ എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുടന്തൻ ന്യായം പറഞ്ഞ് മാറുന്ന ആളാണ്. സ്വന്തം വ്യക്തിത്വം പോലും ഇല്ലാത്ത ഒരാൾ. ഡൽഹിയിൽ നിന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിന് കോൾ വന്നു. ആ ചർച്ചയ്ക്കായി ക്ഷണിച്ചത് സാക്ഷാൽ അർണോബ് ഗോസ്വാമിയാണ്. അർണോബ് ഗോസ്വാമി ഒരു ചർച്ചയ്ക്ക് ശ്രീജിത്ത് പണിക്കരെ വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തുതരം കാര്യങ്ങളാണ് കേൾക്കുന്നതെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അർണോബ് ശ്രീജിത്ത് പണിക്കരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ശ്രീജിത്ത് പണിക്കരാണ് കമ്മ്യൂണിസം അവസാനിക്കാൻ പോകുന്നു, വി.എസ്. അച്യുതാനന്ദൻ അവസാനിച്ചതോടുകൂടി എന്ന് പറയുന്നത് തന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രീജിത്ത് പണിക്കർ നടത്തുന്നത്. EMS-ഉം AKGയും EK നയനാരും ഒക്കെ മരിച്ചപ്പോൾ നിങ്ങളെ പോലെയുള്ളവർ അന്നും പറഞ്ഞത് ഇതാണ്, ഇവരോടുകൂടി നല്ല കമ്മ്യൂണിസ്റ്റ് അവസാനിച്ചിരിക്കുന്നുവെന്ന്. അന്നൊന്നും വി.എസ്. അച്യുതാനന്ദൻ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. അന്നൊക്കെ വി.എസ്. അച്യുതാനന്ദനെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കുവാനും മാത്രം സമയം കണ്ടെത്തിയിരുന്ന നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നു. നാളെ ഇത് തന്നെ തുടർന്ന് നിങ്ങൾ പറയും, ഈ നേതാവോടുകൂടി നല്ല കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായിരിക്കുന്നു എന്ന് പറയും. താങ്കൾ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചും ഒക്കെ പറയാൻ? താങ്കൾ ചാനൽ മുറികളിൽ നിന്ന് വാചാലനാകുന്നതല്ലാതെ താഴേക്കിറങ്ങി ഗ്രാസ് റൂട്ട് ലെവലിൽ സാധാരണക്കാരനുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഏറ്റവും ചെറിയ പാർട്ടി മെമ്പറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി വരെയുള്ള ആൾക്കാർ ഒരേ യജ്ഞമാണ് നടത്തുന്നത്, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റിനെ നിങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങൾ ചാനൽ മുറിയിൽ നിന്ന് ചർച്ചകൾ നടത്തുന്നതല്ലാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിയാത്ത ഒരാൾ താഴെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ എല്ലാം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റല്ലേ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. വി.എസ്. അച്യുതാനന്ദൻ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുക വഴി താങ്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, താങ്കളുടെ മനസ്സിലുള്ള പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളെ പോലെയുള്ള നൂറുകണക്കിന് നിരീക്ഷകന്മാർ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും തകർന്നു പോകുന്നതല്ല കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റുകളും.